ഞാൻ വിചാരിച്ചൊരു ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഞാൻ വിചാരിച്ചു നമുക്കൊരു ഫുൾ ബ്ലോഗായിട്ടാണ് എടുക്കണം. എൻ്റെ ചാനലിലെടുത്ത ആദ്യത്തെ എൻ്റെ ഒരു ഫുൾ ബ്ലോഗ് എന്ന രീതിയിലെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാണാം, കൊള്ളാം. അപ്പം ആദ്യമായിട്ട് എടുക്കുന്നൊരു ബ്ലോഗാണ്. ഇങ്ങനെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ ഇരുന്ന മെമ്മറീസ് നമുക്ക് ഡിലീറ്റ് ആയി പോകുമല്ലോ. പക്ഷെ എടുക്കുന്ന പറഞ്ഞാൽ ഒന്നും ഡിലീറ്റ് ആവില്ല. അതുകൊണ്ട് എനിക്കൊരു പാഴ്സൽ അയക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ പാഴ്സൽ അയക്കാൻ പോയി. ആദ്യം ഞാനൊരു ഓട്ടോയിൽ കയറിയേ. ആ ഓട്ടോക്കാരന് വഴി അറിയില്ലായിരുന്നു എവിടെയാണ് പോകേണ്ടതെന്ന്. ഇനി എനിക്ക് വഴി അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും എങ്ങനെയൊക്കെയോ ചോദിച്ച് ഞങ്ങളെത്തി. അത് കഴിഞ്ഞ് എൻ്റെ പൈസ ഇല്ലായിരുന്നു, ക്യാഷായിട്ടില്ല. അപ്പം ഞാൻ തിരിച്ച് നേരത്ത് മാളിലേക്ക് പോകാൻ വേണ്ടി നോക്കിയ സമയത്ത് എൻ്റെ കാശില്ലാത്തതുകൊണ്ട് ആ ഓട്ടോക്കാരൻ വൈക്ക് ഒഴുക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ മാളിലെത്തിയത്. പണ്ടൊക്കെ ഇങ്ങനെ തന്നെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല, തന്നെ നടക്കാനും തന്നെ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളങ്ങ് എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതായി ഇപ്പോൾ. ചിലപ്പോൾ വിചാരിക്കും തന്നെ പോകാൻ പേടിയൊന്നുമില്ല. തന്നെ പോകാൻ നല്ല പേടിയുണ്ട് ഉള്ളിൽ. എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാട്ടോ തന്നെ പോകുന്നത്. പക്ഷെ ഇപ്പം ഞാൻ തന്നെ പോകാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ആളങ്ങനെ ഡിപ്പെൻസ് ഒന്നും ഇല്ലല്ലോ. തന്നെ പോവുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. ആദ്യത്തെ വട്ടം നമ്മൾ പോകുമ്പോഴേക്കും അങ്ങനെ പേടി ഉണ്ടാവുള്ളൂ. പിന്നെ പോകുമ്പോൾ നമുക്ക് ആ പേടിയൊക്കെ അങ്ങ് പൊക്കോളൂ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യത്തെ ആ പേടി ഉണ്ടാവും. അങ്ങനെ തന്നെ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. വെറൈറ്റി ഒരു ടാക്കോസ് ട്രൈ ചെയ്യാൻ എന്താണെന്ന് കൊടുത്തൊന്നുമില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. പണ്ടൊക്കെ എനിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും പ്രശ്നം. തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ തന്നെ പറഞ്ഞ് സജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് എടുത്തു. ഫ്രൈസ് ഒരു ടോക്കോസിൻ്റെ, ഒരു ചിക്കൻ ടോക്കോസിൻ്റെ ഒരു റോള് വിളിച്ച സമയം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെ നമ്മൾ തന്നെ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ പേടിയായിരുന്നു. ഇപ്പം മറ്റുള്ളവരെന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ വിചാരിച്ച് പോട്ടെ എന്നൊരു ചിന്താഗതിയായി. നമ്മൾ പണിയെടുക്കും തോറും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി നമുക്ക് തന്നെ കൊടുക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, നമ്മളെ തന്നെ നന്നായി നോക്കുക. ഇതൊക്കെ നല്ലൊരു കാര്യം. നമ്മളെ തന്നെ അങ്ങ് സന്തോഷിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളു. നമുക്കതങ്ങ് എങ്ങനെ പറയാം, അത്ര സന്തോഷമായിരിക്കും. നമുക്ക് പറ്റുന്നവരൊക്കെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച്